മലയാളികളുടെ സ്വന്തം സീക്കോ. എയർമെയിലിൽ കത്തെഴുതിയിരുന്ന മറുപടി കത്തിനായി 1 മാസം വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്ന ആ പഴയകാല പ്രവാസികളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും, എന്തിനേറെ വിവാഹാലോചനകൾ പോലും നടന്നിരുന്ന ദമാമിലെ ആ പഴയ സീക്കോ. എന്നാൽ ഇന്ന് അതിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ കെട്ടിടങ്ങളും പുതിയ വഴികളും തുറന്നെങ്കിലും ആ പഴയ ഓർമ്മകൾ നിലനിൽക്കുന്ന ചില കെട്ടിടങ്ങൾ, ചില ചുവരുകൾ ഇവിടെയുണ്ട്. എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും കത്തിജ്വലിക്കുന്ന സീക്കോ എന്ന ബോർഡ് ഇന്നില്ല. മരുഭൂമിയുടെ പല ദിക്കുകളിൽ ജോലി ചെയ്തിരുന്ന അന്നത്തെ നമ്മുടെ സഹോദരങ്ങൾ, ലാൻഡ് ഫോണുകളില്ലാതിരുന്ന കാലം, കത്തുകളിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറിയിരുന്ന കാലത്ത് നാട്ടിലൊരു വിവാഹാലോചന വന്നാൽ ദമാമിലോ ഖോബാറിലോ അടുത്ത പ്രദേശങ്ങളിലോ ജോലി ചെയ്യുന്ന ആരെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സീക്കോയിൽ വാ, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറയും. നാട്ടിലെ ഒരു വിവാഹം വേണോ വേണ്ടയോന്ന് പോലും തീരുമാനിച്ചിരുന്ന ഇടമാണിത്. നാട്ടിലൊരു മരണം വന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഈ വഴിയോരങ്ങളിൽ കണ്ടുമുട്ടും. സങ്കടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. അന്നൊക്കെ നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം നടന്നാലോ വിവാഹം നടന്നാലോ പോയി വരാൻ കഴിയാതിരുന്ന ഒരുപാട് പേർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അത് മക്കളാണെങ്കിലും വാപ്പയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാ സങ്കടങ്ങളും മനസ്സിലൊതുക്കി ഇടുങ്ങിയ ആ കുഞ്ഞുമുറികളിലെ ബെഡ് സ്പേസിൽ കരഞ്ഞു തീർത്തിരുന്ന ആ പഴയ പ്രവാസകാലം. 4-5 വർഷങ്ങൾ കൂടിയിരുന്നാണ് നാട്ടിൽ ലീവിന് പോകുന്നത്. ആ ലീവ് കാലത്തേക്ക് പ്രിയപ്പെട്ടവർക്ക് കൊണ്ടുപോകാൻ കമ്പിളിപ്പുതപ്പും അത്തറും, അളിയന് വാച്ചും, പെങ്ങൾക്ക് മാലയും, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടവും ചോക്ലേറ്റും, വാപ്പയ്ക്ക് ടോർച്ചും, ആ പഴയ നാഷണൽ ടേപ്പ് റെക്കോർഡറും, അമ്മയ്ക്ക് ടൈഗർ ബാമും വാങ്ങാൻ വെള്ളിയാഴ്ച ദിവസം ഈ സീക്കോയിൽ എത്തുമായിരുന്നു. അടുത്ത വർഷമാണ് ലീവെങ്കിലും 1 വർഷം മുന്നേ കയ്യിൽ കരുതുന്ന ചെറിയ റിയാലുകൾ കൊണ്ട് ശേഖരിക്കുന്ന ആ പഴയ ഗൾഫുകാരന്റെ മണമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുണ്ട്. പുതുതലമുറയ്ക്കൊട്ടും പരിചയമില്ലാത്ത, പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഓർമ്മകളുടെ ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നുവെങ്കിലെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. എന്റെ മനസ്സ് പോലും വിങ്ങുന്നുണ്ട്.